ഹായ്, ഇന്നൊരു തീർത്ഥാടന യാത്രയാണ്. ഈ ക്ഷേത്രം റീൽസുകളിലൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അല്ലേ? കോട്ടയം മൂന്നലവിലുള്ള മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. അധികം തിരക്കുകളൊന്നും ഇല്ലാത്തൊരു കൊച്ചു ക്ഷേത്രമാണ്. അപ്പോൾ തൊഴുതിട്ട് വരാമേ. അമ്പലത്തിന് പുറകിലായിട്ടൊരു പുഴ ഒഴുകുന്നുണ്ട്. പക്ഷേ ഇപ്പം വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് അത് വറ്റിക്കിടക്കുക കേട്ടോ. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ. അധികം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് പ്രാർത്ഥിച്ച് മനസ്സ് നിറഞ്ഞ് പോരാൻ പറ്റുന്നൊരു അമ്പലം കൂടിയാണ് ഈ മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രം കേട്ടോ. നമ്മളിവിടെ വന്ന ദിവസം ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു മല അടിവാരത്തിലാണ്. എനിക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്നറിയില്ല. ഈ മലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമായി ഇല്ലിക്കക്കല്ലാണ് കേട്ടോ കാണുന്നത്. ഇല്ലിക്കക്കല്ലിലെ വിശേഷങ്ങൾ പിന്നൊരു ദിവസം പറയാവേ. അടുത്തത് നമ്മൾ പോകുന്നത് അരിയത്തറ വല്യച്ഛൻ്റെ പള്ളിയിലേക്കാണ് കേട്ടോ. ജാതിമത ഭേദമന്യേ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നതും പ്രാർത്ഥിക്കുന്നതും കേട്ടോ. കുരിശിൽ എണ്ണയൊഴിക്കുന്നതും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഇവിടുത്തെ പ്രധാന ചടങ്ങാണ്. അരി വറുത്തതും കുരുമുളകും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന നേർച്ച കേട്ടോ. എല്ലാ മതസ്ഥരും ഒന്നുപോലെ വന്ന് പ്രാർത്ഥിക്കുന്ന വിളിച്ചാൽ വെളിപ്പുറത്ത് എത്തുന്ന ദൈവമാണ് നമ്മുടെ വല്യച്ഛൻ. കൊല്ലത്തിലൊരിക്കലെങ്കിലും ഞാനിവിടെ വരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു തീർത്ഥാടന യാത്ര എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി തന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.